12 മുതൽ 12:30 വരെ 4 പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യുന്നു. ആദ്യത്തെ പുസ്തകം നവഭാവുകത്വ മലയാള സിനിമ, എഡിറ്റർ എ ചന്ദ്രശേഖരൻ. രണ്ടാമത്തെ പുസ്തകം ഋത്തി കഠക്, സത്യജിത് റായ്, 2 കഥാസമാഹാരങ്ങളാണ്. അത് പ്രകാശനം ചെയ്യുന്നത് വിജയകൃഷ്ണൻ. ഏറ്റവും ഒടുവിൽ വധുവിന് 10 കൽപ്പനകൾ, എസ് സരോജം എഴുതിയ കഥകളുടെ സമാഹാരമാണ്. അത് പ്രകാശനം ചെയ്യുന്നത് കബനി. അത് ഏറ്റുവാങ്ങുന്നത് VS ബിന്ദു. പ്രത്യേകിച്ച് ആമുഖങ്ങളൊന്നുമില്ലാതെ എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് പരിപാടിയിലേക്ക് കടക്കുന്നു. ആദ്യ പുസ്തകം നവഭാവുകത്വ മലയാള സിനിമ, എ ചന്ദ്രശേഖർ എഡിറ്റ് ചെയ്ത പുസ്തകമാണ്. അതിൻ്റെ ഒരു പ്രത്യേകത, പുതിയ കാലത്തെ മലയാള സിനിമയെപ്പറ്റി ആഴത്തിലുള്ള അറിവ് പകരുന്ന ഒരു പുസ്തകമാണ്. ചലച്ചിത്ര രംഗത്ത് ചലച്ചിത്ര നിരൂപകൻ എന്ന നിലയിൽ ഖ്യാതി നേടിയ എ ചന്ദ്രശേഖർ എഴുതിയ പുസ്തകം ഡോക്ടർ വി വേണു IAS ആണ് ഇവിടെ പ്രകാശനം ചെയ്യുന്നത്. ഈ പുസ്തകം സ്വീകരിക്കുന്നത് പ്രസിദ്ധ മാധ്യമ പ്രവർത്തകൻ, പ്രത്യേകിച്ച് റേഡിയോ ശ്രോതാക്കൾക്കെല്ലാം വളരെ പ്രിയങ്കരനായ ഉണ്ണികൃഷ്ണൻ പറക്കോട്. രണ്ടുപേരെയും ഈ പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങിലേക്ക് ക്ഷണിക്കുന്നു. പുസ്തകം പ്രകാശനം ചെയ്യുന്നു. പ്രകാശനം നിർവഹിച്ചുകൊണ്ട് ശ്രീ വി വേണു. നമസ്കാരം. നവഭാവുകത്വ മലയാള സിനിമ എന്ന ഈ പുസ്തകം പ്രൗഢമായ ഈ ഒരു ഉത്സവത്തിൻ്റെ ഭാഗമായി നടക്കുന്ന പരിപാടിയുടെ ഭാഗമായി ഇവിടെ പ്രകാശനം ചെയ്യാൻ സാധിച്ചതിലുള്ള സന്തോഷം ആദ്യം ഞാൻ പങ്കുവയ്ക്കുകയാണ്. ശ്രീ ചന്ദ്രശേഖരനെക്കുറിച്ച് അറിയാത്തവരല്ല ഇവിടെ ഇരിക്കുന്നവർ. എങ്കിലും കഴിഞ്ഞ 3 പതിറ്റാണ്ടിലേറെയായി മലയാള സിനിമയെയും ഇന്ത്യൻ സിനിമയെയും ലോക സിനിമയും എല്ലാം വളരെ സൂക്ഷ്മമായി തന്നെ നിരീക്ഷിക്കുന്ന, പഠിക്കുന്ന, അതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ മലയാള സിനിമയുടെ ഇപ്പോഴുള്ള ഇനിയുള്ള ഘട്ടങ്ങളെക്കുറിച്ചിട്ടുള്ള പഠനങ്ങൾ വളരെ വിശദമായിട്ട് തന്നെ ശേഖരിക്കുവാനും ഇതിനെക്കുറിച്ച് അഭിപ്രായം കൃത്യമായി നിരീക്ഷിക്കുന്ന ആൾക്കാരിൽ നിന്നും ലേഖനങ്ങൾ ശേഖരിച്ച് അവരിൽ നിന്ന് അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്തി കാണുമ്പോൾ ഇത് സിനിമ പഠിക്കുന്ന ആൾക്കാർക്ക്, സിനിമയെക്കുറിച്ച് ആലോചിക്കുന്ന, ചിന്തിക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ഏറെ പ്രയോജനപ്രദമായ, ആഴത്തിൽ നമ്മളെ കൊണ്ടൊക്കെ ചിന്തിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പുസ്തകമായിരിക്കും എന്ന് ഉറപ്പെനിക്കുണ്ട്. ചന്ദ്രശേഖരൻ്റെ 22ാമത്തെയോ 23ാമത്തെയോ പുസ്തകമാണിത്. മുൻപുള്ള പല പുസ്തകങ്ങളും വായിക്കാനുള്ള അവസരം എനിക്കുണ്ടായിട്ടുണ്ട്. ഈ പുസ്തകവും നിങ്ങളെപ്പോലെ തന്നെ വായിക്കാനുള്ള താല്പര്യത്തോടെ ഇവിടെ ഈ പുസ്തകം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും, വിശിഷ്യ പരിധി പബ്ലിക്കേഷൻസിൻ്റെ ഭാരവാഹികളെയെല്ലാം എൻ്റെ അനുമോദനങ്ങൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. പുസ്തകം ഏറ്റുവാങ്ങിയ ശ്രീ ഉണ്ണികൃഷ്ണൻ പറക്കോട്. വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, ചന്ദ്രശേഖരൻ്റെ പുസ്തകം ഏറ്റുവാങ്ങിയതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. പുസ്തകത്തെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, കാരണം നിങ്ങളൊക്കെ ഇത് വായിക്കാൻ പോകുന്ന പുസ്തകമാണ്. ഒരു പാഠപുസ്തകം പോലെ വായിച്ചിരിക്കേണ്ട പുസ്തകമാണ്. ഞാൻ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. ചന്ദ്രശേഖരൻ്റെ എല്ലാ പുസ്തകങ്ങളുടെയും ആമുഖത്തിൽ എൻ്റെ പേര് നന്ദി സൂചകമായി ചന്ദ്രശേഖർ എഴുതാറുണ്ട്. അതിൻ്റെ കാരണം, ഞാനും ചന്ദ്രശേഖരൻ തമ്മിലുള്ള ഒരു ചെറിയ ബന്ധമാണ്. വളരെ പെട്ടെന്ന് 2 മിനിറ്റ് കൊണ്ട് ഞാൻ പറഞ്ഞു തീർക്കാം. 1991 ആകാശവാണിയിൽ ശ്രീ സതീഷ് ചന്ദ്രൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഒരാളെ അങ്ങോട്ട് അയക്കുന്നുണ്ട്, അയാളെ ഒന്ന് പരിഗണിക്കണം, ഒന്ന് നോക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു.
ഒരു ചെറുപ്പക്കാരൻ എൻ്റെ മുന്നിലേക്ക് വന്നു. വളരെ ചെറുപ്പമാണ്, മീശ പോലും കിളിച്ചിട്ടില്ല, ഇപ്പം മീശ നരച്ച ആളാണ്. അപ്പോൾ അദ്ദേഹം അടുത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു ടെസ്റ്റ് പ്രോഗ്രാം, ഒരു ട്രയൽ പ്രോഗ്രാം കൊടുക്കാമെന്നൊരു രീതിയുണ്ട്, രാജീവനറിയാം. അങ്ങനെ ഒരു പ്രോഗ്രാം കൊടുത്തു. ചന്ദ്രശേഖർ അത് ഗംഭീരമായി ചെയ്തു. പിന്നെ ആകാശവാണിയുടെ പ്രഭാതഭേരി എന്ന പരിപാടിയിൽ വളരെ പ്രധാനപ്പെട്ട, വളരെ നിർണായകമായ, വളരെ വിമർശനാത്മകമായ ഏറെ പരിപാടികൾ ചെയ്ത ഒരാളാണ് ചന്ദ്രശേഖർ. ഒരുപക്ഷെ ചന്ദ്രശേഖരനെ നമ്മളൊരു ചലച്ചിത്ര നിരൂപകനായോ ചലച്ചിത്ര എഴുത്തുകാരനായോ മാത്രമല്ല കാണേണ്ടത്. ചന്ദ്രശേഖർ മാധ്യമരംഗത്ത് കൈവയ്ക്കാത്ത ഒരു മേഖലയുമില്ല. പത്രപ്രവർത്തകനായിരുന്നു, ചലച്ചിത്ര പ്രവർത്തകനായിരുന്നു, ചലച്ചിത്ര നിരൂപകനായിരുന്നു, റേഡിയോ പ്രക്ഷേപകനായിരുന്നു, റേഡിയോയുടെ സാരഥിയായിരുന്നു, അങ്ങനെ ടെലിവിഷനിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ മാധ്യമത്തിൻ്റെ ഏതാണ്ട് എല്ലാ രംഗങ്ങളിലും പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ് ചന്ദ്രശേഖർ. എനിക്ക് തോന്നുന്നത് ചന്ദ്രശേഖരൻ്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുമ്പോൾ റേഡിയോയുമായി, ശ്രവ്യമാധ്യമവുമായി ചന്ദ്രശേഖരനുണ്ടായിരുന്ന അനുഭവങ്ങൾ അത് കൂടുതൽ എഴുതണം ചന്ദ്രശേഖർ എന്നാണ് എനിക്കൊരു അപേക്ഷയുള്ളത്. അത് കുറച്ചുകൂടി ഗൗരവപൂർവ്വം വിലയിരുത്തേണ്ട ഒരു മേഖലയാണ്. പലരും വിലയിരുത്തപ്പെടാതെ പോകുന്ന ഒരു മേഖലയാണ് അത്. ചന്ദ്രശേഖർ കൂടുതൽ ഗൗരവമായി എടുക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഈ പുസ്തകം പ്രകാശനം ചെയ്യാൻ എന്നെ ക്ഷണിച്ചതിൽ, ഈ പുസ്തകം ഡോക്ടർ വി വേണുവിൽ നിന്ന് ഏറ്റുവാങ്ങാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. നന്ദി, നമസ്കാരം. ഇനി അടുത്ത പുസ്തകം പരീക്ഷണ വധുവിന് 10 കൽപ്പനകൾ. എസ് സരോജം എഴുതിയ ചെറുകഥകളുടെ സമാഹാരമാണ്. ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് കബനി. കമ്പനിക്ക് ഒരു പ്രത്യേകിച്ച് രാമുഖത്തിൻ്റെ ആവശ്യമില്ല. ഡെപ്യൂട്ടി കളക്ടറാണ്. പ്രസിദ്ധ എഴുത്തുകാരൻ സിവിക് ചന്ദ്രൻ്റെ മകളാണ്. പുസ്തകം ഏറ്റുവാങ്ങുന്നത് VS ബിന്ദു. ബിന്ദുവിന് ഒരു ആമുഖത്തിൻ്റെ ആവശ്യമില്ല. പ്രസിദ്ധ വാഗ്മിതയുള്ള ഒരു പ്രഭാഷകയാണ്. മാത്രമല്ല കേരള സാഹിത്യ അക്കാദമി എക്സിക്യൂട്ടീവ് അംഗമാണ്. പുരോഗമന സാഹിത്യ സംഘത്തിൻ്റെ വനിതാ പ്രതിനിധി എന്നുള്ള നിലയിൽ കേരളം മുഴുവൻ സംസാരിച്ച് ജനഹൃദയങ്ങളിൽ സ്ഥാനം നേടിയ ആളാണ് VS ബിന്ദു. ബിന്ദുവാണ് ഈ പുസ്തകം ഏറ്റുവാങ്ങുന്നത്. പുസ്തക പ്രകാശനത്തിന് വേണ്ടി പ്രകാശനം ചെയ്യുന്ന ശ്രീമതി കബനിയെയും VS ബിന്ദുവിനെയും ക്ഷണിക്കും. പുസ്തകം പ്രകാശനം ചെയ്ത ശ്രീമതി കബനി. എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ട സരോജ ചേച്ചിയുടെ പരീക്ഷണ വധുവിന് 10 കൽപ്പനകൾ എന്ന കഥാസമാഹാരമാണ് ഇവിടെ പ്രകാശനം ചെയ്തത്. അതും പ്രിയപ്പെട്ട ബിന്ദു ടീച്ചർക്ക് നൽകി പ്രകാശനം ചെയ്തതിൽ വലിയ സന്തോഷമുണ്ട്. ഇതിൻ്റെ ഒരു ടൈറ്റിൽ തന്നെ വളരെ സവിശേഷതയുള്ളതാണ്. പരീക്ഷണ വധുവിന് 10 കൽപ്പനകൾ എന്നുള്ളതാണ്. അത് തന്നെ നമ്മളെ പുസ്തകത്തിലേക്ക് ക്ഷണിക്കുന്നതാണ്. പലതരത്തിലുള്ള അനുഭവങ്ങളിലൂടെയാണ് ഈ പുസ്തകത്തിലെ കഥകൾ നമ്മളെ കടത്തിക്കൊണ്ട് പോകുന്നത്. ഒന്ന്, സ്ത്രീ എന്ന നിലയിലുള്ള അനുഭവങ്ങളുണ്ട്. ചേച്ചി സെക്രട്ടേറിയറ്റിൽ ഉദ്യോഗസ്ഥയായിരുന്നു. ഉദ്യോഗസ്ഥ എന്ന നിലയ്ക്കുള്ള അനുഭവങ്ങളുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് രാജ്യങ്ങളിൽ സന്ദർശിച്ചിട്ടുള്ള, ഒരുപാട് സംസ്ഥാനങ്ങളും ഒരുപാട് വിദേശ രാജ്യങ്ങളും സന്ദർശിച്ച ആ അനുഭവങ്ങളുണ്ട്. ഇത് ചേച്ചിയുടെ 19ാമത്തെ പുസ്തകമാണ്. ചേച്ചി ആദ്യം തന്നെ പറയുന്നുണ്ട്, അനുഭവങ്ങൾ ആദ്യം നിങ്ങളെ നിശബ്ദരാക്കും, പിന്നെ നിങ്ങളെ നല്ല കഥ പറച്ചിലുകാരാക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു നിശബ്ദത, നമ്മളൊരു എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോൾ അത് ഉള്ളിലേക്ക് എടുക്കാനും അത് എഴുത്തായി വാക്കുകളായി പുറത്തു വരാനുള്ള ഒരു സമയമെടുത്ത് അത് നല്ല കഥ പറച്ചിലൂടെ പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ് ചേച്ചി. അതുപോലെ തന്നെ ഇതിലുള്ള ഇതിൻ്റെ ഒരു മൊത്തം സ്വഭാവം കാണിക്കുന്ന ഒരു കഥ എന്ന് പറയുന്നത് കിണറിൻ്റെ ആഴമളന്ന പെണ്ണ് എന്നൊരു കഥയുണ്ട്. അതിങ്ങനെ തുടങ്ങുന്നു. പെണ്ണ് കിണറ്റിലെ വെള്ളത്തിൽ ആഴ്ന്നാഴ്ന്നു പോയി. അവളുടെ കണ്ണിൽ ഇരുട്ടായിരുന്നു. ചെളിയിൽ മുട്ടി നിന്നപ്പോഴാണ് മനസ്സിലായത് കിണറിൻ്റെ അടിത്തട്ടിൽ എത്തിയെന്ന്. അയ്യോ, എന്തൊരാഴമാണ് ഈ കിണറിന്. കിണർ പെണ്ണിൻ്റെ മനസ്സുപോലെയാണ്. കെട്ടി നിൽക്കുന്ന വെള്ളത്തിൻ്റെ അളവ് വെച്ച് അതിൻ്റെ ആഴം അളക്കാൻ പറ്റില്ല. ഇങ്ങനെയുള്ള വളരെ നമുക്കൊരു തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള വളരെ നല്ല കഥകളാണ് ഇതിലുള്ളത്. ഇത് പ്രകാശനം ചെയ്യാനായിട്ട് എന്നെ ക്ഷണിച്ച പരിധി ബുക്സിനും അതുപോലെ തന്നെ പ്രകാശനം ചെയ്ത ബിന്ദു ചേച്ചി, എഴുതിയ
സരോജ ചേച്ചി, എല്ലാവർക്കും നന്ദി പറയുന്നു. താങ്ക് യു. പുസ്തകം സ്വീകരിച്ച VS ബിന്ദു. ഏറ്റവും പ്രിയമുള്ളവരെ, സ്ഥാനം തെറ്റിയ വസ്തു എന്നാണ് ആനന്ദ് അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനത്തിൽ സ്ത്രീകളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. തിങ്ക് വിത്ത് ബ്ലഡ് എന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ രണ്ട് വസ്തുതകളും വെച്ച് നോക്കുമ്പോൾ ഒരു സ്ത്രീയുടെ ഭാവനാ ലോകം, അവരുടെ അനുഭവ ലോകവും കടന്ന് സാമൂഹിക വ്യാപാരമായി മാറുന്ന ഒരവസ്ഥ ആണ് പ്രിയപ്പെട്ട സരോജൻ ചേച്ചിയുടെ കഥകളിലുള്ളത്. നിരന്തര സഞ്ചാരി. ഒരുപക്ഷെ സരോഗസി എന്ന ഒരു കാര്യത്തെക്കുറിച്ച് നമ്മളൊക്കെ ചിന്തിച്ചു തുടങ്ങുന്നതിന് മുമ്പേ ഈ സ്ത്രീ വളരെ മനോഹരമായി അതേക്കുറിച്ചുള്ള എഴുത്തുണ്ടായി അവരിൽ നിന്ന്. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒന്നാണ്. മറ്റൊന്ന്, ഇത്രയും അധികം സഞ്ചാര സ്വാതന്ത്ര്യം എടുക്കുന്ന ഒരാൾ, നമ്മളൊക്കെ നവോത്ഥാന കാലം മുതൽ ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒന്നാണ് സ്ത്രീകളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച്. അത് ചെയ്ത് കാണിക്കുന്ന ഒരാളെന്ന നിലയിലും ചേച്ചി വളരെ വളരെ നമുക്ക് മാതൃകയാക്കാവുന്ന ഒന്നാണ്. കൂടുതൽ പഠിക്കാവുന്ന ഒരാളാണ് സരോജൻ ചേച്ചി. ഇതിനകത്ത് ഒരു ആമുഖം ഞാൻ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വായനക്കാരും ആസ്വാദകരും ആരാണ് എന്ന് കൃത്യമായ ഒരു ചോദ്യം ഞാൻ അതിനകത്ത് ചോദിച്ചിട്ടുണ്ട്. സ്ത്രീകൾ എഴുതുന്ന പുസ്തകം എന്നത് മാത്രമല്ല, പുസ്തകങ്ങളുടെ വായനയ്ക്ക് ശരിക്കൊരിടമുണ്ടോ എന്നുള്ളത് നമ്മളിപ്പോൾ ആലോചിക്കേണ്ടത് കൂടെ ഒരു കാര്യമാണല്ലോ. കബനിയിൽ നിന്നത് സ്വീകരിക്കാൻ എനിക്ക് കിട്ടിയ അവസരം വളരെ സന്തോഷഭരിതമാണ്. ഒപ്പം തന്നെ ഈ നിറഞ്ഞിരിക്കുന്ന വേദി അങ്ങേയറ്റം ആഹ്ലാദം ഉള്ളതാണ്. സരോജൻ ചേച്ചിയുടെ എഴുത്തുകൾ പരീക്ഷണ വരനിലേക്ക് മാറുന്നൊരു കാലം ആണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് കൂടുതൽ മനോഹരമായ ടൈറ്റിലുകളോടെ ഈ കഥ എഴുത്ത് വീണ്ടും നമ്മുടെ മുന്നിലെത്തും. വയോജനങ്ങളുടെ നാട് എന്നാണ് ഒരു കഥയുടെ പേര്. എന്താണെന്ന് വായിച്ചു നോക്കുക. ഒപ്പം തന്നെ ഇത് വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്ന പരിധി പബ്ലിക്കേഷൻ രാജീവ് കുമാർ സാറ് ഇതിന് സാന്നിധ്യം വഹിച്ച എല്ലാവരോടും ഈ പുസ്തകം വായിക്കണമെന്ന് മാത്രം ആവശ്യപ്പെട്ട് ഞാൻ പിൻവാങ്ങുന്നു. നന്ദി, നമസ്കാരം. അടുത്തത് 2 പുസ്തകങ്ങളുടെ പ്രകാശനമാണ്. അത് കഥകളാണ് രണ്ടും. സത്യജിത് റേ എഴുതിയ കഥകൾ ഒരു പുസ്തകം, രണ്ടാമത്തെ പുസ്തകം ഋത്വിക് ഘട്ടക് എഴുതിയ കഥകൾ. ഇത് രണ്ടും വിവർത്തനം ചെയ്തിരിക്കുന്ന ലീലാ സർക്കാരാണ്. ലീലാ സർക്കാർ ഇവിടെ എത്തിയിട്ടില്ല. ഈ പുസ്തകങ്ങൾ രണ്ടും പ്രകാശനം ചെയ്യുന്നത് പ്രസിദ്ധ ചലച്ചിത്ര നിരൂപകൻ ശ്രീ വിജയകൃഷ്ണൻ ഈ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യും, പ്രദീപ് പനങ്ങാടിന് കൊടുത്തുകൊണ്ട്. ഇനി 8 മിനിറ്റ് അവശേഷിക്കുകയാണ്. ഇതെല്ലാം വളരെ കൃത്യമായിട്ട് വിശദമായി ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യങ്ങളാണ്. വളരെ വേഗത്തിൽ പോകുന്നത്. ചർച്ച പിന്നീടുണ്ടാവും. ഇത് പ്രകാശനം ചെയ്ത ശ്രീ വിജയകൃഷ്ണൻ സംസാരിക്കും. സംസാരിക്കാതിരുന്നാലോ എന്നാണ് ആലോചിച്ചത്. കാരണം എനിക്ക് ഈ സമയമൊന്നും പോരാ ശരിക്കും പറഞ്ഞാൽ. പ്രത്യേകിച്ചും ആ പുസ്തകങ്ങൾ സത്യജിത് റായിയുടെയും ഋത്വിക് ഘട്ടക്കിൻ്റെയുമാണ്. അപ്പോൾ ഇവർ രണ്ടുപേരുടെയും ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ സിനിമാ സംവിധായകരെന്ന നിലയിലാണ് ഏറ്റവും അധികം പ്രശസ്തി നേടിയതെങ്കിലും, അങ്ങനെയാണ് അറിയപ്പെടുന്നതെങ്കിലും, അവർ അടിസ്ഥാനപരമായി സാഹിത്യകാരന്മാരാണ് എന്നുള്ളതാണ്. അവരുടെ കലാജീവിതം തുടങ്ങുന്നത് സാഹിത്യരചനയിൽ നിന്നാണ്. ഇതിൽ സത്യജിത് റായ് ഒരു സാഹിത്യകാരനാണെന്നുള്ളത് പലർക്കും അറിയാം. കാരണം അദ്ദേഹം ഷെർലക് ഹോംസിനെ പോലെ ഒരു ഇന്ത്യൻ കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്, ഭേലുനാഥ്. അങ്ങനെ ധാരാളം നോവലുകൾ എഴുതി, ധാരാളം ബാലസാഹിത്യ കൃതികൾ എഴുതി. സിനിമയിലെ വളരെ ഗൗരവകരമായ കാര്യങ്ങൾ ചെയ്യുമ്പോഴും കുട്ടികൾക്ക് വേണ്ടി ധാരാളം എഴുതിയ ആളാണ് അദ്ദേഹം. അത് സാഹിത്യം, ബാലസാഹിത്യം. അപ്പോൾ അങ്ങനെയുള്ള നിരവധി സാഹിത്യ കൃതികൾ എഴുതിയിട്ടുള്ള സത്യജിത് റായ് ധാരാളം ചെറുകഥകളും എഴുതിയിട്ടുണ്ട്. ഈ ഭേലുനാഥ് അല്ലാത്ത കഥാപാത്രങ്ങൾ വെച്ചിട്ടുള്ള ചെറുകഥകളും എഴുതിയിട്ടുണ്ട്. അതാണ് ഇവിടെ സമാഹരിച്ചിരിക്കുന്നത്. പിന്നെ ഋത്വിക് ഘട്ടക്കിനെ കുറിച്ച് ഇതുപോലെ സത്യജിത് റായിയെ പോലെ ഒരു സാഹിത്യകാരനായിട്ട് പലർക്കും അറിയില്ലെങ്കിലും
അദ്ദേഹം കഥാകൃത്തായിരുന്നു, നാടകകൃത്തായിരുന്നു. അദ്ദേഹത്തിൻ്റെ സിനിമകൾ പലതും ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടതാണ്. പക്ഷേ ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു ബോക്സ് ഓഫീസ് വിജയം അദ്ദേഹം കഥയും തിരക്കഥയും എഴുതിയ സിനിമയ്ക്കാണ്. അതിൻ്റെ പേര് മധുമതി എന്നാണ്. അപ്പോൾ അങ്ങനെ മറ്റുള്ളവരുടെ സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം കഥ എഴുതിയിട്ടുണ്ട്, തിരക്കഥ എഴുതിയിട്ടുണ്ട്, ധാരാളം കഥകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ രീതിയിൽ ബംഗാളിയിലെ അറിയപ്പെടുന്ന സാഹിത്യകാരനാണ് ഋത്വിക് ഘട്ടക്. ഈ 2 സമാഹാരങ്ങൾ റിലീസ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു പുണ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അത് ഇവിടെ ഇത്തരം പുസ്തകങ്ങൾ ഇറക്കാൻ ഒരു മനസ്ഥിതി ഉണ്ടായ രാജീവ് കുമാറിന്, അതുപോലെ ഇതിൻ്റെ ട്രാൻസ്ലേഷൻ നിർവഹിച്ച് ലീല സർക്കാർ, അത് നമുക്കറിയാം, ധാരാളം മികച്ച പുസ്തകങ്ങൾ റിലീസ് വിവർത്തനം ചെയ്തിട്ടുള്ളവരാണ്. അവർക്കൊക്കെ അഭിനന്ദനം അറിയിച്ചുകൊണ്ടും ഈ പുസ്തകങ്ങൾക്ക് ഏറ്റവും നല്ല പ്രചാരം ആശംസിച്ചുകൊണ്ടും ഞാൻ നിർത്തുന്നു. നമസ്കാരം. ഈ എഴുത്തുകാർക്ക് മറുപടി പറയാനുള്ള സമയമാണ്. പ്രദീപ് പനങ്ങാട് 2 വാക്ക് സംസാരിക്കും, സ്വീകരിച്ച ആൾ എന്നതേ. കാരണം ഇവരെല്ലാം ഈ പുസ്തകം കാണുന്ന ആദ്യമായിട്ടാണ്. അപ്പോൾ വെറും വാചനങ്ങൾ പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കരുതല്ലോ എന്ന് കരുതിയാണ്. വളരെ സന്തോഷം. കാരണം രാജകുമാർ ഇങ്ങനെ ഒരു പുസ്തകം പറഞ്ഞാൽ വരണം എന്നുള്ളത് വളരെ സന്തോഷമാണ്. കാരണം നേരത്തെ വിജേഷ് സാറ് പറഞ്ഞതുപോലെ ഇത്രയും മഹാന്മാരായിട്ടുള്ള ആളുകളുടെ പുസ്തകത്തെ പ്രചരിപ്പിക്കുന്നതിൽ രാജീവ് കുമാർ ഇങ്ങനെ ചെയ്യുന്നതിന് കാരണം അടുത്തൊരു പുസ്തകങ്ങളുണ്ട്. അപ്പോൾ ആ പുസ്തകത്തിലേക്ക് സുധാ വാര്യരുടെ പുസ്തകത്തെക്കുറിച്ച് പറയേണ്ടി വരും. അപ്പോൾ ഞാൻ സംസാരിക്കാം എന്ന് വിചാരിക്കുന്നു. നവഭാവുകത്വ സിനിമയുടെ രചയിതാവ് എ ചന്ദ്രശേഖർ. വേദിയിലെ ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കാരണം പുതിയ സിനിമയെ വിലയിരുത്തിക്കൊണ്ട് എനിക്കൊപ്പം നിൽക്കുന്നവരും എനിക്ക് ഗുരുനാഥന്മാരായിട്ട് നിൽക്കുന്നവരും ഗുരുസ്ഥാനീയരായിട്ടുള്ളവരും എനിക്ക് ശേഷം വന്നിട്ടുള്ളവരുമായിട്ടുള്ള ആൾക്കാർ എങ്ങനെയാണ് പുതിയ സിനിമയെ കാണുന്നത്, മലയാള സിനിമയെ കാണുന്നത് എന്നൊരു പരിച്ഛേദം ഈ പുസ്തകത്തിലൂടെ അവതരിപ്പിക്കാനാണ് ഞാൻ ശ്രമിച്ചത്. അത് എന്നെ ഏൽപ്പിച്ച, കാരണം ഇപ്പോഴും സിനിമ എഴുതുന്നവർക്ക് പ്രസാധകരെ കിട്ടാറില്ല. ആ ഒരു സാഹചര്യത്തിൽ എന്നെ വിശ്വസിച്ച് ഈ പണി ഏൽപ്പിച്ച രാജീവ് കുമാർ സാറിന് നന്ദി. അത് പ്രകാശനം ചെയ്യാൻ സദയം എത്തിച്ചേർന്ന ഡോക്ടർ വി വേണു, അത് ഏറ്റുവാങ്ങാൻ എത്തിച്ചേർന്ന ഗുരുസാനീയനായ ഉണ്ണികൃഷ്ണൻ സാർ, ഒപ്പം എൻ്റെ പുസ്തകത്തിൻ്റെ കൂടി അനുഗ്രഹ സാന്നിധ്യം എന്ന് ഞാൻ പ്രചരിപ്പിച്ചിരുന്ന വിജയകൃഷ്ണൻ സാറിൻ്റെ സാന്നിധ്യത്തിൽ അത് നിർവഹിക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷം. നന്ദി. പരീക്ഷണവധുവിന് 10 കൽപ്പനകൾ എന്ന ചെറുകഥാ സമാഹാരത്തിൻ്റെ രചയിതാവ് എസ് സരോജ. പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ 19ാമത്തെ പുസ്തകമാണിത്. കഥാസമാഹാരങ്ങളിൽ 6ാമത്തെയാണ്. അപ്പം ഞാൻ ഈ പുസ്തകം എഴുതി തീർത്തതേ ഉള്ളൂ. അപ്പോഴേക്കും ഡോക്ടർ രാജകുമാർ സാറിനെ കാണാനിടയായി. അദ്ദേഹമാണ് എൻ്റെ ആദ്യത്തെ പുസ്തകം മഴയെ സ്നേഹിക്കുന്ന പെൺകുട്ടി എന്ന കഥാസമാഹാരം പ്രസിദ്ധീകരിച്ചത്. സെക്രട്ടേറിയറ്റിലെ ജോലി തിരക്കുകൾക്കിടയിൽ അദ്ദേഹം അത് മനോഹരമായി ആ പുസ്തകം എനിക്ക് വേണ്ടി ചെയ്തു തന്നു. ആ നന്ദിയും കടപ്പാടും എന്നും മനസ്സിൽ സൂക്ഷിക്കുന്നയാളാണ് ഞാൻ. ഇപ്പോൾ വേറെ പ്രസാധകരൻ്റെ പുസ്തകങ്ങളൊക്കെ ഇറക്കിയെങ്കിലും ഈ കഥാപുസ്തകത്തിൻ്റെ കാര്യം വന്നപ്പോൾ ഞാൻ ആദ്യം ഓർത്തത് രാജകുമാർ സാറിനെയാണ്. അങ്ങനെയാണ് അദ്ദേഹത്തിന് ഈ പുസ്തകം കൊടുത്തതും വളരെ മനോഹരമായി ആ പുസ്തകം പ്രസിദ്ധീകരിച്ച് തന്നതും വളരെ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ആ കൃത്യം മനോഹരമായി അദ്ദേഹം നിർവഹിച്ചു തന്നു. അപ്പോൾ അദ്ദേഹത്തോടുള്ള നന്ദിയും കടപ്പാടും എത്ര തന്നെ പറഞ്ഞാലും തീരുകയില്ല. എനിക്കൊരുപാട് പ്രോത്സാഹനങ്ങളും തന്നുകൊണ്ടിരിക്കുന്ന ഒരു മാന്യദേഹമാണ്. അക്ഷരലോകത്ത് ഞാൻ എൻ്റെ ഗുരുവിനെ പോലെയാണ് അദ്ദേഹത്തെ കാണുന്നത്. എന്ത് അഭിപ്രായങ്ങളും സംശയങ്ങളും ഒക്കെ ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം ഉള്ള ഒരു മഹാവ്യക്തിത്വം. പിന്നെ ഇവിടെ ഈ പുസ്തകം പ്രകാശനം ചെയ്യാൻ ഞാൻ നിയമസഭാ പുസ്തകോത്സവത്തിൽ പ്രകാശനം ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കൂട്ടുകാരിയായ ഞങ്ങൾ വനിതാ സാഹിതി പ്രസ്ഥാനത്തിൽ ഒരുമിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഗിരിജയോട് ഈ കാര്യം പറഞ്ഞപ്പോൾ ഗിരിജയാണ് എന്നോട് പറഞ്ഞത്, നമുക്ക് കബനിയെ വെച്ചാൽ എന്താ, അവർ ഇത്രയും പരിഭാഷകളും ഒക്കെ ചെയ്യുന്ന വലിയൊരു എഴുത്തുകാരിയല്ലേ, ഡെപ്യൂട്ടി കളക്ടറാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ
ആദ്യം ഒന്ന് ആലോചിച്ചു. ശരിയാണല്ലോ, സമതയുടെ വിവർത്തനത്തിനുള്ള അവാർഡ് നേടിയ മാന്യദേഹമാണ് കബനി. അപ്പോൾ എനിക്ക് വേറെ ഒന്നും ആലോചിക്കേണ്ടി വന്നില്ല, കബനി തന്നെ ഈ പുസ്തകം പ്രകാശനം ചെയ്യട്ടെ എന്ന് ഞാനങ്ങ് സമ്മതിക്കുകയായിരുന്നു. പിന്നെ ബിന്ദു, ഞങ്ങൾ ഒരുപാട് വർഷങ്ങളായിട്ട് ഒരേ പ്രസ്ഥാനത്തിൽ സഹകരിച്ച് പോകുന്നവരും അറിയപ്പെടുന്ന പ്രഭാഷകയും എഴുത്തുകാരിയും ഒക്കെ 10-17 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ആളാണ്. പിന്നെ സാഹിത്യ അക്കാദമിയിലും വനിതാ സാഹിതിയിലുമൊക്കെ ഉന്നതമായ സ്ഥാനങ്ങൾ അലങ്കരിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ അത് സ്വീകരിക്കാൻ എനിക്ക് ബിന്ദുവിനെ കിട്ടിയത് വളരെ സന്തോഷമാണ്. അവതാരിക എഴുതി തന്നിരിക്കുന്നതും ബിന്ദുവാണ്. കഥകളെക്കുറിച്ച് സാധാരണ അവതാരിക എഴുതുമ്പോൾ പലരും നേരാമണ്ണം അത് പഠിച്ചിട്ടായിരിക്കില്ല, അല്ലെങ്കിൽ അവരുടെ ആശയങ്ങൾ വെച്ചിട്ടായിരിക്കും അവതാരിക എഴുതി തരുന്നത്. എനിക്ക് ആദ്യത്തെ കഥാപുസ്തകത്തിന് രണ്ടാമത്തെയൊക്കെ കഥാപുസ്തകത്തിന് എഴുതി തന്ന അവതാരികൾ ഒട്ടും തൃപ്തികരമായിരുന്നില്ല. പേരുകേട്ട എഴുത്തുകാരാണെന്ന് വെച്ചിട്ട് അവരങ്ങനെ നന്നായിട്ട് കഥകളെ ഉൾക്കൊണ്ട് എഴുതണമെന്നില്ല. പക്ഷേ ബിന്ദു ആ കഥകളെ ശരിക്കും മനസ്സിലാക്കി അതിന് അനുയോജ്യമായ ഒരു അവതാരിക എഴുതി തന്നു. അതെനിക്ക് വളരെ സന്തോഷകരമായൊരു കാര്യമാണ്. ബിന്ദുവിൻ്റെ വായനാലോകം അത്ര വിശാലമായതുകൊണ്ട് ലോക സാഹിത്യത്തെ തന്നെ കമ്പയർ ചെയ്തിട്ട് നല്ലൊരു അവതാരിക എഴുതി കിട്ടിയത് എനിക്ക് ഏറെ തൃപ്തികരമായി അനുഭവപ്പെട്ടു. അങ്ങനെ ബിന്ദുവിനെ തന്നെ ഞാൻ അതുകൊണ്ട് പുസ്തകം സ്വീകരിക്കാനും ക്ഷണിക്കുകയായിരുന്നു. രണ്ടുപേരും വളരെ തിരക്കുള്ളവരാണ്, എങ്കിലും ഈ എൻ്റെ ഉദ്യമത്തിന് സഹകരിച്ചുകൊണ്ട് അവർ രണ്ടുപേരും എത്തിച്ചേർന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. രണ്ടുപേർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. പ്രത്യേകിച്ചും രാജീവ് സാറിനും ഇന്നിവിടെ ഈ കൂടിയിരിക്കുന്ന എൻ്റെ സുഹൃത്തുക്കൾക്ക്, ലയൺസ് ക്ലബിൻ്റെ പ്രവർത്തകർ, എൻ്റെ കൂട്ടുകാർ വന്നിട്ടുണ്ട്. പിന്നെ സാഹിത്യത്തിൽ എൻ്റെ ചില കൂട്ടുകാരെത്തിയിട്ടുണ്ട്. എല്ലാവർക്കും വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇത്രയും നേരം വളരെ ക്ഷമയോടെ ഈ പരിപാടി കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. പ്രത്യേകിച്ച് വിശിഷ്ട വ്യക്തികൾ, ഈ വേദിയിലിരിക്കുന്ന ഓരോരുത്തർക്കും പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു.